വൈകുന്നേരം 3:30 ആയപ്പോഴത്തേക്കും ഞാനും മിഴിക്കുട്ടിയും കൂടെ മോനെ വിളിക്കാൻ പോകുന്ന പോക്കാണ് കേട്ടോ. കുറേ നേരം കാണാതിരുന്നിട്ട് ചേട്ടനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകാനായിട്ട് മിഴിക്ക് ഭയങ്കര ഉഷാറാണ്. കൂടെ കളിക്കാനും കളിപ്പിക്കാനും എല്ലാം അവൾക്ക് ചേട്ടൻ മതി. അവൾ ആദ്യമായിട്ട് പറയുന്നത് അമ്മ എന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൾ ആദ്യമായിട്ട് പറഞ്ഞത് ചേട്ടൻ തന്നെയാണ്. ഈ ഒരു ബോണ്ടിങ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ഒറ്റ മോളായിരുന്നു. പക്ഷെ ഈ ബോണ്ടിങ് എൻ്റെ മക്കളിലൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്ന് പ്രോജക്റ്റ് ചെയ്യണമെങ്കിലോ റെക്കോർഡ് വാങ്ങിക്കണമെങ്കിലോ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമെങ്കിലോ എല്ലാത്തിനും ഞാൻ അമ്മയും കൂട്ടിയിട്ടായിരുന്നു പോകുന്നത്. ഫ്രണ്ട്സൊക്കെ സിബ്ലിങ്സും ആയിട്ടുള്ള അടി ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ സ്കൂളിൽ വന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരോട് കുശുമ്പ് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളിതേ അതുൻ്റെ സ്കൂളിലെത്തി. ഇത് അവൻ്റെ ഗാർഡറോബ്. സ്കൂളിലും ഗാർഡനിലും ഒക്കെ ഇടുന്ന ഷൂസ്, റെയിൻകോട്ട്, അവൻ്റെ ബാഗ് അതൊക്കെ വെക്കുന്ന സ്ഥലം. സ്കൂളിൽ നിന്ന് ഇറങ്ങി അങ്ങ് വീട് വരെ അന്ന് സ്കൂളിലുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ നടത്തം. ചില നിസാരമായ കാര്യങ്ങൾ വരെ ഭയങ്കര സംഭവമായിട്ടാണ് അവൻ പറയുന്നത്. അവൻ്റെ വിശേഷങ്ങൾ കേട്ടും പറഞ്ഞും ഞങ്ങൾ അങ്ങനെ ഒരു 10-15 മിനിറ്റ് തിരിച്ച് വീട്ടിലേക്ക് നടക്കും. ചിലപ്പോൾ ഓർക്കും ഇവൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞായി ഇരുന്നാൽ മതിയായിരുന്നു എന്ന്. അവൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നിഷ്കളങ്കമായ സംസാരവും കേട്ട് നടക്കാൻ ഒരു രസമാണ്. പക്ഷെ കുഞ്ഞുമക്കൾ എത്ര പെട്ടെന്നാണ് വലുതാവുന്നത്, അവരുടെ ഇഷ്ടങ്ങൾ മാറുന്നത്. ആ ഒരു സത്യം ഉൾക്കൊള്ളുമ്പോൾ മനസ്സിനൊരു വേദനയാണ്, ഒരു വിങ്ങലാണ്. പക്ഷെ എന്നും കുഞ്ഞായിരിക്കാൻ പറ്റില്ലല്ലോ, അവരും വലുതാവും. അവർക്ക് ഈ ലോകം കാണണം, പല കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ അനുഭവവും പഠിത്തവും ഒക്കെ ആയിട്ട് അവരും ഇനി അങ്ങോട്ട് ബിസിയായി പോകും. അവനിപ്പോൾ കിൻഡർ ഗാർഡനിൽ ലാസ്റ്റ് ഇയർ ആണ്. ഇവിടുത്തെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് മാൻഡേറ്ററി കിൻഡർ ഗാർഡൻ ആണ്. മസ്റ്റായിട്ട് എല്ലാ ദിവസവും പോയിരിക്കണം. സ്കൂളിന് തൊട്ട് മുന്നേ ഉള്ള വർഷം. വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള എല്ലാ പാർക്കുകളിലും ഒന്ന് സന്ദർശിച്ചാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്താറ്. കുറച്ചധികം സമയമെടുക്കും തിരിച്ചുള്ള വരവ്.